ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയെ പെടുത്തി നമ്മുടെ ചന്ദ്ര ഇടം വലം തിരിയാൻ കഴിയാത്ത രീതിയിൽ, ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യും കാലിട്ട് അടിക്കുക. അപ്പോൾ ഡോക്ടർ ചോദിച്ചതിനൊന്നും ശ്രുതിക്ക് മറുപടിയില്ല. പ്രഗ്നൻ്റ് ആയ ദിവസം എന്നാണെന്ന് ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത ദിവസം എന്നാണെന്ന് ഓർമ്മയുണ്ടോ, ഒന്നും ശ്രുതിക്ക് ഓർമ്മയില്ല. അപ്പോഴത്തേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചന്ദ്ര. അപ്പോൾ അതേ നമ്മുടെ ഡോക്ടർ കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളും എഴുതി കൊടുക്കുന്നു. ഇതെല്ലാം കാണിച്ചിട്ട് ഇന്ന് തന്നെ എൻ്റെ അടുത്ത് വരണം, അതിന് ശേഷം വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്താണെന്നൊക്കെ വെച്ച് പറയാം. അപ്പോഴത്തേക്ക് ശ്രുതിക്കാണെങ്കിൽ എന്തൊക്കെ മരുന്ന് കൊടുക്കണം, ഇങ്ങനെ മരുന്നൊന്നും എഴുതിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ ടെസ്റ്റെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ, അത് കഴിഞ്ഞിട്ട് മരുന്നൊക്കെ എഴുതാമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ശരി ഡോക്ടർ എന്നും പറഞ്ഞു. ഡോക്ടർ നിങ്ങൾ വന്നിട്ട് ഞാൻ പോവുള്ളൂ, ഞാനിവിടെ വെയിറ്റ് ചെയ്യും, ഞാനിവിടെ ഉണ്ട്, ഇതൊക്കെ പറഞ്ഞ് ഇവരെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു വിടുവാണ്. അപ്പോൾ നമ്മുടെ സച്ചി പുറത്ത് ഇങ്ങനെ ഇവരെ നോക്കി വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ഡോക്ടർ എഴുതി കൊടുത്ത പ്രിസ്ക്രിപ്ഷനുമായിട്ട് ഇവരിതേ വരുന്നു. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ വല്ലാത്തൊരു ഇതിൽ ഇങ്ങനെ നിൽക്കുക. ശ്രുതിയെ നടുക്ക് നിർത്തിയിട്ട് ചന്ദ്ര ഇങ്ങനെ കൈ ഇറുക്കി അങ്ങ് പിടിച്ചേക്കോ വട്ടം, ബ്ലോഡരുത് അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ നടന്നു വരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇവരെ കണ്ടു. എന്നാ പറഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ഓടി ഇവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഡോക്ടറെ സ്കാൻ ചെയ്യാൻ പറഞ്ഞേക്കുവാണെന്ന് ശ്രുതി. പിന്നെ കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാനാണ് പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ടെസ്റ്റ് ചെയ്യാനുള്ളത് കൊടുത്താലോ എന്നിങ്ങനെ ശ്രുതി ചോദിക്കുമ്പോൾ വേണ്ട, നമുക്ക് ആദ്യം സ്കാൻ ചെയ്യാം, മോളെ ശ്രുതി നമുക്ക് സ്കാൻ ചെയ്യാൻ പോകാമെന്ന് പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി, ഈശ്വര ഞാൻ പെട്ടല്ലോ, ഞാൻ ഇനി എന്നാ ചെയ്യും, ഞാൻ എങ്ങനെ ഇവരിൽ നിന്ന് രക്ഷപ്പെടും, എനിക്കറിയില്ല ദൈവമേ, സ്കാൻ ചെയ്താൽ ഉറപ്പായിട്ടും എൻ്റെ വയറ്റിലൊന്നുമില്ലെന്ന് ഇവരറിയും, ഇതോടുകൂടി എല്ലാം അവസാനിക്കും, ഞാൻ എങ്ങനെ ഇവിടുന്ന് തലയൂരി പോകും, എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. മനസ്സ് കിടന്നിങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ച് എന്ത് ചെയ്യണം എന്ന് ഓർത്ത് ഇങ്ങനെ ഭയങ്കര ഇതിലിങ്ങനെ ശ്രുതി നിൽക്കുകയാണ്. വാ മോളെ നമുക്ക് സ്കാൻ ചെയ്യാൻ പോകും മോളെ, വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര കിടന്ന് വിളി. ഈ ശ്രുതിയുടെ ഈ വെപ്രാളവും പരവേശവും ഒക്കെ കാണുമ്പോൾ ചന്ദ്രയ്ക്ക് അറിയാമല്ലോ ഇവള് കള്ളത്തരം പറഞ്ഞതാണെന്നുള്ള കാര്യം. ശ്രുതിയാണെങ്കിൽ ശരിയാ വാ ശ്രുതി നമുക്ക് ആദ്യം സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അല്ല പാർലറായിട്ടത്തി എന്തിനാ കിടന്ന വെപ്രാളം കാണിക്കുന്നതെന്ന് നേരത്തേക്ക് നമ്മുടെ സച്ചി ചോദിച്ചു. വെപ്രാളമോ? എനിക്ക് വെപ്രാളമൊന്നും ഇല്ലല്ലോ, അത് സച്ചിക്ക് വെറുതെ തോന്നുന്നതാ, എനിക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് പറയാം. പക്ഷെ കാട്ടായം കണ്ടിട്ട് ഇച്ചിരി വെപ്രാളം ഉള്ളതുപോലെ കേട്ടോ എനിക്ക് തോന്നുന്നതെന്ന് സച്ചി. അത് വെറുതെ തോന്നുന്നതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കുക കേട്ടോ. ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് അയ്യോ എൻ്റെ ദൈവമേ, അയ്യോ എൻ്റെ ദൈവമേ, അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. എനിക്കിപ്പോൾ പോകണം, അയ്യോ എനിക്ക് പോയേ പറ്റുള്ളേ, എനിക്കിപ്പോൾ പോണേ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് കരയുന്നു. എന്താ പറ്റിയ ശ്രുതി എന്നേരം ചോദിക്കുക, എന്നാ പറ്റിയേ, നീ എന്തിനാ കരയുന്നത്, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അത് അവിടെ മീരയ്ക്ക് എന്തോ ഇല്ലാത്തൊരു ആപത്ത് വന്നു, എനിക്ക് അവളെ കാണണം, എന്നെ ഇത്രയും ദിവസം നോക്കിയത് അവളാ, അയ്യോ എനിക്ക് പോണേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയണം. അവിടെയൊക്കെ നമുക്ക് പോകാം, ആദ്യം ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്ത് ബാക്കി ടെസ്റ്റുകളും കാര്യങ്ങളും നടത്തി മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാം, മോൾ ഇങ്ങനെ കിടന്ന് ടെൻഷൻ ആവല്ലേ എന്നൊക്കെ പറഞ്ഞു. അല്ല ആൻറ്റി എനിക്ക് കാണണം ആൻറ്റി, അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയിട്ട് വന്നാലോ അമ്മയെന്ന് ശ്രുതി. നീ ഒന്ന് മിണ്ടായിരിക്കടാ, ഇത്രയും ദൂരം ഈ ഹോസ്പിറ്റലിൽ വരെ വന്നിട്ട് ഡോക്ടറെ കണ്ട് കാര്യങ്ങളെല്ലാം അറിയാതെ പോകുകയെന്ന് പറഞ്ഞാൽ നിനക്ക് എന്നാ പറ്റിയതെന്ന് ചന്ദ്ര ചോദിക്കാം. അപ്പോഴത്തേക്കും സച്ചി അത് തന്നെ, ഇത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ, മീരയ്ക്ക് വലിയ കുഴപ്പമൊന്നും കാണത്തില്ല, നീ പാർലറെടുത്ത് ചുമ്മാ ടെൻഷൻ അടിക്കണ്ട, ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അല്ല പാർലറെടുത്തിട്ട് ഈ കാട്ടയൊക്കെ കണ്ടിട്ട് പാർലറെടുത്തിട്ട് മൊത്തത്തിലൊരു വശപ്പശ കാണല്ലോ ഒന്ന് സച്ചി. അതല്ല അവിടെ മീരയ്ക്ക് ഇത്രയും വയ്യാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇത്. നീ ഏതായാലും ഇപ്പോൾ സ്കാൻ ചെയ്തിട്ട് ഇവിടുന്ന് പോയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ടായി ചന്ദ്ര. ദൈവമേ ഇവരെന്നെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ, ഞാനിനി എന്നാ ചെയ്യും, ഞാൻ എങ്ങനെ ഇനി ഇവരുടെ ദൂരിപ്പോരും എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇത്. ആ സമയത്ത് ചന്ദ്ര എന്താ പറയുന്നത്, ഒരുമാതിരി ഇത്തേൾക്കണ്ണി കയറി പടർന്നു നിൽക്കുന്നത് പോലെ ഈ പറയുന്നത് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ കയറി പടർന്നേക്കുക. കാരണം പിടി വിട്ട ഇവൾ ഓടുമെന്ന് ചന്ദ്രയ്ക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെ മുറുക്ക പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവിടെ വീട്ടിൽ അച്ഛനും രേവതിയും അവരെല്ലാവരും കൂടി ഇവർ പോയിട്ട് വന്നില്ലല്ലോ എന്നും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരമായിട്ട് എന്തായിരിക്കും അവർ വരാത്തത് എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ ചോദിക്കുമ്പം അത് പിന്നെ ഇനി പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിലും എല്ലാം കയറാൻ വല്ല ഉദ്ദേശിക്കുന്നുണ്ടോയെന്ന് അറിയില്ലല്ലോ, എല്ലാം നോക്കി ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ടായിരിക്കും വെച്ചാന്നൊക്കെ നേരത്തേക്ക് രേവതി പറയാം. അങ്ങനെ ചെക്കപ്പ് നടത്തേണ്ട കാര്യമുണ്ടോ മോളെ, ഇതിപ്പം അവളെല്ലാം നോക്കിയും ഒക്കെ ഡോക്ടറെ കണ്ടു എന്നൊക്കെയല്ലേ പറഞ്ഞേ, അപ്പം പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ ചോദിച്ചു. എന്തായാലും അവരിപ്പം തന്നെ വരുമായിരിക്കും അച്ഛാ, എനിക്കറിയില്ല, ഞാൻ ചെറിയൊരു ഇത് പറഞ്ഞതേ ഉള്ളൂ, ഇപ്പം തന്നെ വരുമായിരിക്കും. സച്ചി വിളിക്കുകയെല്ലാം ചെയ്തായിരുന്നോ? സച്ചേട്ടൻ അവിടെ എത്തിയപ്പോൾ എന്നെ ഒന്ന് വിളിച്ചായിരുന്നു, ഞങ്ങൾ പോരാൻ തുടങ്ങുകയെന്ന് പറഞ്ഞായിരുന്നു, എന്തായാലും അവർ വരാം, ഇപ്പം തന്നെ എത്തുമായിരിക്കും അച്ഛാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി ഇങ്ങനെ പറയാം. എന്നിട്ട് രേവതി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. അപ്പോൾ രേവതിയോടും സച്ചിയോടും കൂടിയാണല്ലോ ചന്ദ്ര രാത്രിയിൽ കാര്യങ്ങളെല്ലാം സംസാരിച്ചത്.
അപ്പം ദൈവമേ എന്തായി കാണും എന്നുള്ളൊരു പേടിയിൽ നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഈ സമയത്ത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഇങ്ങനെ എങ്ങനെയെങ്കിലും ചന്ദ്രയുടെ പിടിച്ച് ഓടാങ്ങേണ്ടെന്ന് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുക. ചന്ദ്ര ആരാ പൊന്നുമോള് വിടുവോ? അപ്പോൾ അതേ നമ്മുടെ ശ്രുതിയാണെങ്കിൽ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ എൻ്റെ ശ്രുതി, നമ്മുടെ കുഞ്ഞിന് അതിന് ദോഷം, നീ ഇങ്ങനെ വിഷമിക്കല്ലേ, നമുക്കിത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മീരെ കാണാൻ തന്നെ പോകാം, നീ ധൈര്യമായിട്ട് ഇരിക്കുക, ഞങ്ങളല്ലേ നിൻ്റെ കൂടെയുള്ളത്, നീ അമ്മ പറയുന്നത് കേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയണു. അപ്പോൾ അത് കേട്ടപ്പോൾ ഇല്ല ഞാനത് കേൾക്കില്ല, എനിക്കിന്ന് മേരിയെ കണ്ടേ പറ്റുള്ളൂ, അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ കാര്യമുള്ളെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ കൈ പിടിപ്പിച്ചിട്ട് ഇവിടെ ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം ഈ ശ്രുതി. വാ നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴത്തേക്കും സച്ചിക്കും ചന്ദ്രയ്ക്കും കാര്യം മനസ്സിലായി, ഇവള് ഭൂലോക കള്ളിയാണ്, നുണ പറഞ്ഞതാണെന്ന്. അപ്പോൾ ശ്രുതിക്ക് കാര്യം മനസ്സിലായില്ല. ശ്രുതി എന്നിട്ട് ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ചന്ദ്രയെ ഓടിച്ചെന്നു, സച്ചി ഓടിച്ചെന്നു. നിക്കടി അവിടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്ര പറയാം. അപ്പോഴത്തേക്ക് എനിക്ക് പോയേ പറ്റുള്ളൂ ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ മുന്നിൽ കിടന്ന് പിന്നെയും കരയുന്നു. അങ്ങനെ ഈ ശ്രുതിയുടെ ആട്ടം മുഴുവനും ചന്ദ്ര അവിടെ നിന്ന് കാണുവാണ്. ഭയങ്കര ഇത്. സച്ചി വണ്ടി എടുക്കുക, നമുക്ക് പോയിട്ട് ഇങ്ങോട്ട് വരാം, ചെല്ല് സച്ചി വണ്ടി എടുക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതി വണ്ടി എടുക്കുക സച്ചി, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഈ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടെ നിൽക്കുക. അപ്പോഴത്തേക്കും ചന്ദ്ര ഈ അഭിനയം മുഴുവൻ കണ്ടിട്ട് കലി കയറി തുള്ളി ഉറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ കൂടുതൽ ഇവരുടെ മുന്നിൽ കിടന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുക ശ്രുതി. അത് കണ്ട ചന്ദ്രയ്ക്ക് സഹിക്കോ? ചന്ദ്ര എന്നിട്ട് എന്നാ പണി ചെയ്തു, ഒരു ഒറ്റ അടി വെച്ച് അങ്ങ് കൊടുത്തു, ചെവിക്കല്ല് തീർത്തിട്ട്. ആ ഒരു ഒറ്റ അടിയിൽ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഒരു വിളി. അമ്മ എന്തിനാ ശ്രുതിയെ തല്ലിയെന്ന് ചോദിച്ചു. നീ എന്താടി ഞാൻ മണ്ടിയാണെന്ന് വിചാരിച്ചോടി, ഞാൻ വെറും പൊട്ടിയാണെന്ന് നീ വിചാരിച്ചോ? ചന്ദ്ര ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ കവളെ പൊത്തി പിടിച്ചോണ്ട് ഇങ്ങനെ നോക്കുക. അമ്മ ഈ ഒരു അവസ്ഥയിൽ ശ്രുതിയെ തല്ലാൻ പാടില്ലെന്ന് നമുക്ക് അറിയില്ലെന്ന് പറഞ്ഞു. വിടായിരിക്കണം അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ശ്രുതിയോട് ദേഷ്യപ്പെട്ടു. സച്ചി ഇതെല്ലാം കണ്ട സൈഡിൽ നിന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതൊക്കെ ശരിയായിരുന്നല്ലേ എന്നുള്ളൊരിതിൽ. ആ സമയം എല്ലാവരുടെയും കണ്ണിപ്പൊടിയിട്ട് നീ കുറേ കാലം എൻ്റെ വീട്ടിൽ ജീവിച്ചതാ, വീണ്ടും നീ അതേ പ്രവൃത്തി തന്നെ ചെയ്ത് തിരിച്ചു കയറാൻ നോക്കുന്നല്ലേ, ഇത്രയൊക്കെ കിട്ടിയിട്ടും നീ പഠിച്ചില്ലല്ലേ, നീ ഒരിക്കലും നന്നാവില്ല എന്ന് നീ വീണ്ടും തെളിയിച്ചു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ പറയാം. അമ്മ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചു. എടാ ഇവള് ഇത്രയും നേരം ഇവിടെ കിടന്ന് വേഷം കെട്ടി ആടിയിട്ടും ഇത്രയും കള്ളക്കളികൾ കളിച്ചിട്ട് നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെന്ന് ചോദിച്ചു. അതിന് ശ്രുതി എന്ത് കള്ളക്കളിയാണ് കളിച്ചത്? ശ്രുതി നമ്മുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നില്ലേ, ഇപ്പോൾ അതേ അങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടല്ലേ ശ്രുതി പോരാന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ എടാ മണ്ട, ഇവള് ഡോക്ടറെ കാണാൻ സമ്മതിക്കാതിരുന്നതും ഇപ്പം ഇവൾ ഇതുപോലൊക്കെ കാണിക്കുന്നതും ഇവള് ഗർഭിണി അല്ലാത്തത് കൊണ്ടാണെന്ന് ചന്ദ്ര പറയണു. അപ്പോഴത്തേക്കും ശ്രുതി തള്ള മനസ്സിലാക്കി എന്നിങ്ങനെ തിരിച്ചറിഞ്ഞു. ഗർഭിണി അല്ലെന്നോ? അമ്മ എന്തൊക്കെയാണ് പറയുന്നതെന്ന്, അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുമോ എന്നൊക്കെ ശ്രുതി ചോദിക്കുക. അങ്ങനെയൊന്നും വേറെ ആരും പറയില്ല, പക്ഷെ ഇവള് പറയും. അത്രയ്ക്ക് കള്ളിയാ ഇവളെ കുടിച്ച വെള്ളത്തിൽ ഇവളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ ശ്രുതിയുടെ ഓരോ പ്രവൃത്തികളും എണ്ണി ശ്രുതിയോട് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ സച്ചിയും ഇതെല്ലാം കേട്ട് നിൽക്കുന്നു. ഈ പുള്ളിക്കാരി പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു. അങ്ങനെ പ്രഗ്നൻ്റ് ആയ ഒരു പെണ്ണുങ്ങൾക്കുള്ള ഒരു ഇതും പാർലറേട്ടത്തിയുടെ മുഖത്ത് ഞാൻ കണ്ടില്ല. എന്തായാലും പാർലറേട്ടത്തേ ഇത് കുറേ കൂടിപ്പോയി കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയും പറയാം. അപ്പോൾ അതേ അവളും തിരുമ്മി ഇങ്ങനെ നിൽക്കൊന്നും മിണ്ടാതെ. അപ്പോൾ സച്ചിയും ചന്ദ്രയും പറയുന്നതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതുവരെ സന്തോഷിച്ച് നിന്ന് നമ്മുടെ സുധിയുടെ മനസ്സങ്ങ് മരവിച്ചു. സുധി അന്നേരം ആകെ വല്ലാതായിപ്പോയി. കാരണം അതുമാതിരി പ്രതീക്ഷിച്ചതാ തൻ്റെ കുഞ്ഞ് എന്നുള്ള ആ ഒരു ഇതിൽ. ശരിയാണോ ശ്രുതി, ഞാൻ ഈ കേൾക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. നീ ഗർഭിണിയല്ലേ? നീ നുണ പറഞ്ഞതാണോ? നീ വീട്ടിലേക്ക് കടന്നുകൂടാൻ വേണ്ടി നീ കള്ളം പറഞ്ഞതാണോ എന്ന് സുധി ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കുക. അപ്പോഴും ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, നീ പറഞ്ഞത് കള്ളവായിരുന്നോ എന്ന്, നീ പ്രഗ്നൻ്റ് അല്ലേന്ന്. അപ്പോഴും ശ്രുതി ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ നിൽക്കുക. നിനക്കെങ്ങനെ മനസ്സ് വന്ന് ഇത്രയും വലിയൊരു കള്ളം പറയാൻ, നീ ഒരു പെണ്ണാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അപ്പോഴത്തേക്കും ഇപ്പം നിനക്ക് ഇവളുടെ തനിനിറം മനസ്സിലായില്ലേ, ഞാൻ നിന്നോട് ഇവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാമെന്നും ഇവളെ ഇനി നിൻ്റെ കൂടെ ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞത് ഇവളുടെ ഈ കള്ളത്തരം കയ്യോടെ പിടികൂടാൻ വേണ്ടി തന്നെയാണ്. ഹോസ്പിറ്റലിലേക്കാണ് വരുന്നതെന്ന് അറിഞ്ഞാൽ ഇവള് ഹോസ്പിറ്റലിലേക്ക് വരില്ല എന്നും ഇവള് വേറെ എന്തെങ്കിലും മാർഗം അല്ലെങ്കിൽ തന്ത്രം കണ്ടുപിടിക്കുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ ഇവളോട് പറയാതെ കൊണ്ടുവന്നത്, ഇവളുടെ കള്ളത്തരം പൊളിക്കാൻ. നീ വെറും മണ്ടനാണെന്ന് ഇവൾക്കറിയാം, അതുകൊണ്ടാണ് ഇവള് നിന്നെ എല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. ഇപ്പം നിനക്ക് ഇവളുടെ കള്ളക്കളി മനസ്സിലായില്ലേ, ഇവളുടെ ചതി മനസ്സിലായില്ലേ? ഇവൾ ഈ ജന്മം നന്നാകാൻ പോകുന്നില്ല, കാരണം ഇവള് കള്ളിയാ. ഇവളുടെ ഉള്ളിലുള്ള കള്ളത്തരം ഒരിക്കലും മായാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ്
അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധി ആകെ തകർന്നു പോയിട്ടോ, ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുക. ദേ ഇനി മേലിൽ ഈ ഒരു ബന്ധവും പറഞ്ഞ് എൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ സുധിയുടെ ഫോണിലേക്കോ നീ വിളിച്ചു പോയേക്കരുത്. എൻ്റെ വീട്ടിൽ കയറിക്കൂടാമെന്നുള്ള നിൻ്റെ എല്ലാ മോഹങ്ങളും ഇതോടുകൂടി നീ ഉപേക്ഷിച്ചേരെ. ഇനി നീയും ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. നിനക്ക് നിൻ്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. ഇതോടുകൂടി എല്ലാം അവസാനിച്ചെന്നും പറഞ്ഞ് ചന്ദ്രൻ ചെന്ന് വണ്ടിയിൽ കയറി. വാടാ ഇങ്ങോട്ടെന്നും പറഞ്ഞു. അങ്ങനെ സച്ചിൻ ചെന്ന് വണ്ടിയിൽ കയറി. ഈ സമയത്ത് നമ്മുടെ സുധി, നിന്നെ ഞാൻ സ്നേഹിച്ചതൊക്കെ വെറുതെ ആയി പോയല്ലോ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. നിന്നെപ്പോലൊരു വഞ്ചകയാണല്ലോ ഞാൻ സ്നേഹിച്ചതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പാ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ കുറേ ഇത് പറയണം. അതേ സമയത്ത് കയ്യിലുണ്ടായിരുന്ന ആ ഒരു പേപ്പറൊക്കെ ചുരുട്ടി, ഇനി മേലിൽ എന്നെ നീ വിളിച്ചു പോകരുത്, നീയായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചെന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ആ ഒരു പ്രിസ്ക്രിപ്ഷൻ്റെ അതുണ്ടല്ലോ, അത് ചുരുട്ടി ശ്രുതിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് സുധിയും ചെന്ന് വണ്ടിയിൽ കയറി. അങ്ങനെ അവരവിടെ നിന്ന് പോയി. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും താൻ കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ ആയി പോയല്ലോ എന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ ശ്രുതിമോൾ ഇങ്ങനെ നിൽക്കും. ഇനി എന്ത് ചെയ്യും? ഇനി ഒരു വഴിയില്ല മുന്നിൽ. ആകെ പെട്ടു, ആകെ എല്ലാം നശിച്ചു, എല്ലാം തകർന്നു. തൻ്റെ ജീവിതത്തിൽ താൻ ഒറ്റപ്പെട്ടു എന്ന് മനസ്സിലായി. ഇത്രയുമൊക്കെ ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോയല്ലോ. അപ്പോൾ ഇനി എൻ്റെ ജീവിതം ഞാൻ എന്ത് ചെയ്യും? എനിക്കിനി അവിടെ കയറിക്കൂടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രുതിയുടെ ഫോണിലേക്ക് മീര വിളിച്ചു. എന്തായി നീ അവിടെ ചെന്നോടി എന്നൊക്കെ അറിയാനായിട്ട്. എല്ലാം കൈവിട്ട് പോയി മീര എന്ന് പറഞ്ഞു. കൈവിട്ട് പോയെന്നോ എന്നെ ഈ പറയുന്നതെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ മീരയുടെ അടുത്തേക്ക് ചെല്ലുക. മീരയുടെ അടുത്തേക്ക് ചെന്നു. നീ എന്നെ ഈ പോയ പോലെ എന്നെ തിരിച്ചു വരുന്നത് എന്നാ പറ്റേ? എന്താ നിന്നെ അവർ വീട്ടിൽ കയറ്റിയില്ലേ? അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അതിന് വീട് വരെ ഒന്നും പോയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടുന്ന് നേരെ ചന്ദ്രമതി എന്നെ കൊണ്ടുപോയതേ ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ചെന്ന് എൻ്റെ സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം നടത്താൻ. ഞാൻ ഗർഭിണിയാണോ എന്നറിയാൻ അവർക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു ഞാൻ ഗർഭിണിയല്ല എന്നുള്ളത്. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് എല്ലാം പൊളിഞ്ഞു എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, അപ്പം നീ അവരെ മണ്ടരാക്കാൻ നോക്കിയിട്ട് അവർ നിന്നെ കൈയോടെ തൂക്കി പുറത്തെറിഞ്ഞല്ലേ എന്ന് ചോദിച്ചു. അതെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിലും നീ പറഞ്ഞതും ചെയ്തതും ഒക്കെ കുറച്ച് കൂടി പോയില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും ചോദിക്കാം കേട്ടോ. നീയും കൂടി ഇങ്ങനെ പറയരുത് കേട്ടോ മീരെ, നീയും കൂടെ സപ്പോർട്ട് നിന്നിട്ടല്ലേ ഞാനിങ്ങനെ ചെയ്തത്. ചന്ദ്രമതി പറഞ്ഞത് ഇനി എനിക്ക് ആ വീട്ടിലേക്ക് സ്ഥാനം ഉണ്ടാവില്ല എന്നാണ്. ഇനി എനിക്ക് എൻ്റെ വഴി, അവർക്ക് അവരുടെ വഴിയെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഒരിക്കലും എനിക്ക് അവിടെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇതെല്ലാം ഇനിയിപ്പോൾ എന്നാ ചെയ്യുമെന്നും ചോദിച്ചുകൊണ്ട് മീര ഇങ്ങനെ നിൽക്കുക. നിൻ്റെ അവസാന പ്രതീക്ഷ നഷ്ടപ്പെട്ടല്ലോ, ഇനി എന്ത് ചെയ്യുമെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും മീര ചോദിച്ചു. അത് കേട്ടപ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര വിഷമം. ഇനി എന്ത് ചെയ്യും എന്നോർത്തുള്ളൊരിതിൽ ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് വണ്ടിയിൽ ഇവർ പോവുക കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. ചന്ദ്രയാണെങ്കിൽ താൻ ജയിച്ചു എന്നുള്ളൊരിതിൽ ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ സച്ചി അമ്മയ്ക്ക് കൂടെ നിന്ന് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കി എടുത്തല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ സച്ചി ഇരിക്കുന്നു. ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവർ പറയും, ഇത് കേൾക്കുമ്പോൾ രവിയേട്ടനൊക്കെ അത് എങ്ങനെ ഉൾക്കൊള്ളും, രവിയേട്ടൻ എത്രമാത്രം അതിൽ സങ്കടം ഉണ്ടാവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത ദിവസത്തെ എപ്പിസോഡ് വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.